JEE 2024 Phase 1 Jan 30th Shift 1. Question number 14 നമുക്കൊന്ന് പരിചയപ്പെടാം. ഒറ്റ നോട്ടത്തിൽ തന്നെ സെനർ ഡയോഡാന്ന് മനസ്സിലായി. നമുക്ക് കഴിഞ്ഞ 3-4 വർഷങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സെനറില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാനേ സാധിക്കില്ല. സെനർ അല്ലെങ്കിൽ ബയസിങ്, അതും അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്സിൻ്റെ എന്തെങ്കിലും ഒരു കളികൾ, ഇത് മാത്രം പഠിച്ചാൽ മതി സെമി കണ്ടക്ടേഴ്സിൽ നിന്ന്. നമുക്ക് നോക്കാം. ഇത് ഇൻപുട്ട് വോൾട്ടേജ്, സെനർ വോൾട്ടേജ് എത്രയാണെന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത് 10 വോൾട്ട്. അപ്പോൾ VZ എന്ന് പറയുന്നത് 10 വോൾട്ട്. ഇതാണ് R, ശരിയല്ലേ? ഇതാണ് RL, ഇതാണ് IL, ഇതാണ് IZ. ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഇതാണ് മെയിൻ കറണ്ട് I. മെയിൻ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R. ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ 20 മൈനസ് 10 എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് 200. ഞാനൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇതൊരു മില്ലി ആയി. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 250 മില്ലി ആംബിയർ ആണ് മെയിൻ കറണ്ട്. അപ്പോൾ ഇതാണ് 50 മില്ലി ആംബിയർ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്കറിയാം ഇത് തന്നെയാണ് ഇത്. അപ്പോൾ VZ തന്നെയാണ് V ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അഥവാ VL എന്ന് പറയുന്നത്. ഇതാണ് IL RL എന്ന് പറയുന്നത്. അപ്പോൾ IL എന്ന് പറയുന്നത് VZ ഡിവൈഡഡ് ബൈ RL ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ മക്കളെ, IL ഈക്വൽ ടു, കുഞ്ഞുങ്ങൾ പറയാം, IL ഈക്വൽ ടു VZ ഡിവൈഡഡ് ബൈ RL. VZ 10 വോൾട്ട്, അത് തന്നെ 10 വോൾട്ട്. 10 വോൾട്ട് ഡിവൈഡഡ് ബൈ RL 500 ഓം. 500 ഓം. അപ്പോൾ ഇവിടെയും ഞാനൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് മില്ലി മേളിൽ പോയി. അപ്പം 100/5 100/5 100/5 2, അപ്പോൾ 20 മില്ലി ആംബിയറാണ്. അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നതാണ് IZ പോവേണ്ടത്. അപ്പോൾ 50 മൈനസ് 20 30 മില്ലി ആംബിയർ എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഇതേ സ്മാർട്ടായിട്ട് ഇതേ സ്പീഡിൽ നിങ്ങൾ ആൻസർ ചെയ്തോണം കേട്ടോ. 30 മില്ലി ആംബിയർ. ഓക്കെ അല്ലേടാ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മളിവിടെ ലൂപ്പ് റൂളാണ് കൊടുക്കുന്നത്. ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഇവിടെ ലൂപ്പ് റൂൾ കൊടുക്കും. അതുപോലെ തന്നെ ഇതുമായിട്ട് ഇക്വേറ്റും ചെയ്യും. ഇത്രയേ ഉള്ളൂ സെനറിൻ്റെ കാര്യത്തിൽ. അടിപൊളിയായിട്ട് പഠിച്ചോണം. ഓക്കെ, താങ്ക് യു.